നോക്കൂ, ഇപ്പം രാജ്യത്തെ ഈ പറയുന്ന NCERT-യുടെ പാഠപുസ്തകങ്ങളിൽ വലിയ രീതിയിലുള്ള കാവ്യവൽക്കരണം വരുത്തുന്നതിനെതിരായിട്ട് ശബ്ദമുയർത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ലേ? അതിനെതിരായിട്ടുള്ള ഒരു പൊതുബോധ നിർമ്മാണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് ഇടതുപക്ഷ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളല്ലേ? ഇന്ന് കേരളത്തിൽ ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ ഈ പറയുന്ന സർവകലാശാലകളിലേക്ക് ഇത്തരത്തിലുള്ള ആശയങ്ങളുടെ ആളുകളെ നുഴഞ്ഞു കയറ്റി അധികാരം പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരായിട്ട് SFI സമരം നടത്തിയിട്ടില്ലേ? ആ സമരങ്ങളൊക്കെ തെറ്റായ സമരങ്ങളായിരുന്നില്ലല്ലോ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ചില സോഷ്യൽ ആങ്സൈറ്റീസ് ഉണ്ടാകും. ആ സോഷ്യൽ ആങ്സൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ചില സമരങ്ങളുണ്ടാകും. ആ സമരങ്ങൾ ചില ഘട്ടങ്ങളിൽ തെറ്റാകാം, ചില ഘട്ടങ്ങളിൽ ശരിയുമാകാം. അപ്പോൾ 2016 അന്ന് അത്തരത്തിലുള്ളൊരു ഒരു സമരവുമായിട്ട് SFI വരുന്നതിന് യഥാർത്ഥത്തിൽ അതിനു മുമ്പ് കേരളത്തിൽ UDF സർക്കാർ തുറന്നുവിട്ടൊരു സ്വാശ്രയഭൂതത്തിൻ്റെ പ്രശ്നം കൂടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ സ്വകാര്യ സർവകലാശാലകൾ ഇപ്പോൾ വരുന്നു. തീർച്ചയായിട്ടും ശരിയാണ്, 2016 അതിനെ എതിർത്ത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പിന്നീടൊരു ലെഫ്റ്റ് ആൾട്ടർനേറ്റീവ് അക്കാര്യത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ലെഫ്റ്റ് ആൾട്ടർനേറ്റീവ് അവർക്ക് കൊണ്ടുവരാൻ കഴിയാതെ പോയത് അവരുടെ പരാജയമാണ്. അത് ആ പാർട്ടി അഭിസംബോധന ചെയ്യേണ്ട പ്രശ്നമാണ്. അക്കാര്യത്തിൽ മാപ്പ് പറയണോ എന്നൊക്കെ ഉള്ളതും ആ പാർട്ടി തന്നെ തീരുമാനിക്കട്ടെ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? സ്വകാര്യ സർവകലാശാലകൾ വരണോ വേണ്ടയോ എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായ ചോദ്യം. അതിൽ വരണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. അക്കാര്യത്തിൽ ചില ആശങ്കകളും എനിക്കുണ്ട്.